ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പ് കാലത്തിൻ്റെ മധ്യഭാഗത്താണ്. നമ്മൾ 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പ് കാലത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. കേവലം ഒരു ഭക്ഷണപാനീയം വർജിക്കുന്നതിലും ഏതാനും പ്രാർത്ഥനകൾ കൂടുതൽ ചെല്ലുന്നതിലും കുരിശിൻ്റെ കഴിക്കുന്നതിലൊന്നുമല്ല പ്രധാനമായിട്ടും നോമ്പ് കാലം അടങ്ങിയിരിക്കുന്നത്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ നോമ്പ് കാലത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ്. അതിലൂടെയെല്ലാം ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ നവീകരണം വഴി നമ്മൾ പുതിയ മനുഷ്യരാവുക. പുതിയ മനുഷ്യർ എന്നും പറയത്തില്ല, പഴയ മനുഷ്യരെന്ന് പറയാം. അതായത് ദൈവം ആദ്യത്തെ ഹവ്വായെയും സൃഷ്ടിച്ചപ്പോഴുണ്ടായിരുന്നൊരവസ്ഥയുണ്ട്. ആ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് തിരികെ പോവുക. എന്തിനു വേണ്ടിയിട്ട്? ഈശോയോടൊപ്പം നമ്മൾ നടന്ന് ഈ ലോകത്തിൽ നമ്മളൊരു വിശുദ്ധ പുരോഹിത ജനമായി തീർന്ന് ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വിശുദ്ധ പുരോഹിത ജനമായി തീരണം. അങ്ങനെ നമ്മൾ ഈ ലോകത്തെ മുഴുവൻ ദൈവസമക്ഷം സമർപ്പിക്കാനും അവരെല്ലാം ഈ ദൈവത്തിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുമാണ്. അതാണ് വിശുദ്ധ പത്രോസ് തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ഇന്നത്തെ നമ്മുടെ 1-ാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് സുപരിചിതമായ ഒന്നാണ്. കായൻ്റെ സഹോദരൻ ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചതുകൊണ്ട് അനുജനായ ആബേലിനോട് ജ്യേഷ്ഠനായ കായേന് കടുത്ത വിരോധമുണ്ടാവുകയും അവനെ വയലിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ചതിയിൽപ്പെടുത്തി കൊല്ലുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ വായിക്കുന്നത്. ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണു ഞാൻ. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. കായനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേലൊരടയാളം പതിച്ചു. കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് വാസമുറപ്പിച്ചു. കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് കിഴക്ക് നോദ് ദേശത്ത് താമസമുറപ്പിച്ചു. പ്രത്യേക ശ്രദ്ധേയമാണ് ഈ വാക്യം. കാരണം എന്താണ്? അവൻ പാപം ചെയ്തു, ദൈവത്തിനെതിരായി തിന്മ ചെയ്തു, തൻ്റെ സഹോദരനെ കൊന്നുകൊണ്ട്. ദൈവം അവനോട് ചോദിച്ചു, നീ എന്തായി ചെയ്തത്? അവൻ ഉത്തരവൊന്നും പറഞ്ഞില്ല. അവനൊരു കാര്യം ചോദിച്ചു, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് ഞാൻ എന്ന് പറഞ്ഞ് നീ എന്തായി ചോദിക്കുന്നത്? ഞാനെപ്പോഴും എൻ്റെ സഹോദരൻ്റെ പിന്നാലെ നടക്കുകയാണ്. അതിന് നീ വേറെ വല്ലവരോടും ചോദിച്ചാൽ മതി, അവനോട് തന്നെ ചോദിച്ചാൽ മതി. ദൈവത്തോട് കയർക്കുന്ന ഒരു കായനെ നമ്മൾ കാണുന്നത്. താൻ ചെയ്ത പ്രവൃത്തിയിൽ അല്പം പോലും പശ്ചാത്താപമില്ലാത്ത കായൻ. ആ കായന് സംഭവിക്കുന്ന എന്താണ്? ഇപ്രകാരം പശ്ചാത്താപമില്ലാതെ വരുമ്പോൾ അവൻ കർത്താവിൻ്റെ സന്നിധി വിട്ടു പോവുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നവൻ എപ്പോഴും കർത്താവിൻ്റെ ചൈതന്യമുള്ളവനായിരിക്കണം. അതിനവൻ താല്പര്യമില്ല. അതുകൊണ്ട് അവൻ ആ സന്നിധി വിട്ടു പോവുകയാണ്. അങ്ങ് കിഴക്ക് നോദ് ദേശത്ത് പോയി താമസിക്കുകയാണ്. ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഈ കായനും ആബേലും അവർ രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിച്ചു. അപ്പോൾ കായൻ കൊടുത്തതെല്ലാം കായ്കനികളൊക്കെയാണ്. ആബേൽ കൊടുത്തതാകട്ടെ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ്. ഇതേക്കുറിച്ചൊരു വ്യാഖ്യാനം പറയുന്നത്,
ഈ ബലി എന്ന് പറയുന്നത് എന്തായിരുന്നു? വാസ്തവത്തിൽ ഈ ദൈവത്തിന് ബലിയർപ്പിക്കുന്ന വസ്തുക്കളന്ന് മൃഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ധാന്യങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഇവിടെ തനിക്ക് ആവശ്യമില്ലാത്തതും അത്രയധികം ഗുണമേന്മയില്ലാത്തതുമൊക്കെ ആയ കുറേ പച്ചക്കറിയൊക്കെ അവൻ കൊണ്ടുപോയി കൊടുത്തു. അതേ സമയത്ത് ആബേലാവട്ടെ തൻ്റെ ആട്ടിൻകുട്ടത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ എടുത്ത് അതിനെ കൊന്നതിൻ്റെ ചോരയാണ് കൊടുക്കുന്നത്. ചോര എന്ന് പറയുന്നത് ജീവനാണ്. യഹൂദ ചിന്തയിൽ രക്തത്തിലാണ് ജീവനിരിക്കുന്നത്. ജീവൻ ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് സ്വന്തം ജീവൻ കൊടുക്കുന്നതിന് തുല്യമാണത്. അപ്പോൾ കായൻ എന്താ ചെയ്തത്? അവനിങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ കൊടുത്തു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് പ്രതീകാത്മകമാണ്, നമ്മളതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. നമ്മൾ നമ്മുടെ സഹോദരരുടെ കാവൽക്കാരാണ്. ഏതു നേരം അവരെ കാത്തിരിക്കണമെന്നുള്ളതല്ല. നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു സ്വഭാവമുണ്ട്. എല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. കടയിലിരിക്കുന്നവരെല്ലാം എപ്പോഴും നോക്കുന്ന വഴിയിലേക്കാണ്. അതാരാ പോകുന്നത്? അയൽപക്കത്താണെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ ശ്രദ്ധ അങ്ങോട്ടാണ്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കുന്ന ഒരു ശൈലി നമുക്കുണ്ട്. അങ്ങനെയുള്ള കാവൽക്കാരെക്കുറിച്ചല്ല ഈ പറയുന്നത്. യഥാർത്ഥമായിട്ടും നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു തുണയായിരിക്കുക, സഹായമായിരിക്കുക, ആവശ്യ നേരത്ത് അവരെ സഹായിക്കാനായിട്ട് ഓടിച്ചെല്ലുക. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് 1-ാം അധ്യായത്തിൽ. അവിടെ പറഞ്ഞ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? അതിങ്ങനെ ഈ അനാഥരുടെയും വിധവകളുടെയും ഒക്കെ സഹായത്തിന് ചെല്ലുക എന്നുള്ളതാണ്. അതുപോലെ ലോകത്തിൻ്റെ കളങ്കമേശാതെ ജീവിക്കുക, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. സുഭാഷിതങ്ങൾ 8:13 പറയുന്നത് ഭക്തി എന്ന് പറയുന്നത് തിന്മയെ വെറുക്കുന്നതാണ്. അതുപോലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് കപട ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കില്ല. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ തിന്മ നിറഞ്ഞു നിന്നാൽ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാനേ തോന്നുകയുള്ളൂ. നമ്മുടെ മനസ്സിലേക്ക് നന്മയൊന്നും കയറില്ല. പറഞ്ഞു തരുന്നതൊന്നും മനസ്സിലാവില്ല. കായന് വേണേൽ പറയാമായിരുന്നു, ഞാൻ നിർഭാഗ്യവശാൽ അവനെ കൊന്നുപോയി, എന്നോട് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് പറയാമായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞില്ല. അവൻ എടുത്തടിച്ചതുപോലെ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്, എന്നോടതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല അവൻ്റെ കാര്യമൊന്നും. അപ്പോഴതുകൊണ്ട് അവനെപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ദൈവം കൊടുക്കുന്ന ഒരു അവസരം പോലും ഉപയോഗിക്കാതെ അവൻ നേരെ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ നോമ്പ് കാലത്ത് നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മളങ്ങനെ പോകാതെ തിരികെ വരാൻ വേണ്ടിയിട്ടാണ്. ആ ധൂർത്തപുത്രനെ പോലെ. വാസ്തവത്തിൽ ധൂർത്തപുത്രൻ്റെ കഥ എന്താണ്? അത് അവനിങ്ങനെ ദൂരദേശത്ത് പോയി. അവിടെ പറഞ്ഞു വരുന്നത്, കർത്താവ് പറഞ്ഞ ആ ഉപമയിൽ ഈ പിതാവിൻ്റെ കൂടെ താമസിക്കുന്ന മൂത്ത മകനെക്കുറിച്ചാണ് ആ ഈശോ പറഞ്ഞത്. അതായത് കൂടെ താമസിക്കുന്നവർ പലപ്പോഴും പിതാവിൽ നിന്ന് അകലെയാണ്. ഒരടിമയെപ്പോലെയാണ് അവർക്ക് തോന്നുന്നത്. നമ്മളാണെങ്കിൽ ഒരു പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതെന്ന് തോന്നുന്നവർക്ക് പോലും ഈ അടിമത്ത മനോഭാവം, അതായത് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവമൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ചിന്തയുണ്ടാകും. നമ്മൾ ഈ നോമ്പ് കാലത്ത് ഓർക്കണം, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് നമുക്കെന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രമല്ല, അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ ആ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ്. പങ്കുചേർന്ന് എല്ലാവരെയും ദൈവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ ദൗത്യം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ വായന യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് കിട്ടിയ സന്ദേശം അവനിൽ നിന്ന്, അതായത് ഈശോയിൽ നിന്ന്? ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പറയുന്നവരാകുകയുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും. അതാണ്, ദൈവം പ്രകാശമാണ്. ഈശോ തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നതിന് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഇവിടെ യോഹന്നാൻ വീണ്ടും ആവർത്തിക്കുന്നത് തന്നെയാണ് തൻ്റെ ലേഖനത്തിൽ. ദൈവം പ്രകാശമാണ്. അതായത് ആ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു.
ഈ അത്ഭുതകരമായ മീൻപിടുത്തത്തിൽ ആ സമയത്ത് പത്രോസ് ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന്. എൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ അത്ഭുതകരമായിട്ട് ധാരാളം മീൻ കിട്ടിയപ്പോൾ പത്രോസിന് മനസ്സിലായി അത് ദൈവം തന്നെയാണെന്നുള്ളത്. ആ ദൈവത്തിൻ്റെ പരമപരിസ്ഥിതിയുടെ മുമ്പിൽ തൻ്റെ ഇല്ലായ്മ, തൻ്റെ പാപാവസ്ഥ പെട്ടെന്ന് പത്രോസിന് മനസ്സിലാവുകയും അങ്ങനെ തൻ്റെ അടുത്ത് വരല്ലേ എന്ന് പറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ദൈവമാകുന്ന പ്രകാശത്തിൽ അവിടെ അന്ധകാരമില്ല, അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും. സംശയമൊന്നുമില്ല, ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ എന്നും ഒരുപക്ഷെ പള്ളിയിൽ പോകുന്നുണ്ടാകും, കുർബാന സ്വീകരിക്കുന്നുണ്ടാകും, വീട്ടിലെ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടാകും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അന്ധകാരത്തിലായിരിക്കും. അതായത് നമ്മളിൽ ഈ ദൈവത്തിൻ്റെ പ്രകാശമില്ല. നമ്മൾ നോക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതുമെല്ലാം നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും. ഇന്നൊക്കെ നമുക്കത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മൾ പള്ളിയിൽ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? പണമാണ് പലപ്പോഴും, അധികാരമാണ് പലപ്പോഴും ആ വഴക്കിന് അടിസ്ഥാനം. അതിൻ്റെ കാരണം എന്താണ്? ഈ അന്ധകാരത്തിൽ നടക്കുന്നവർക്കൊരിക്കലും ഈ പള്ളിയുടെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പള്ളിയിലെ എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനം, അതിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് എന്താണ്? ഈ കർത്താവുമായിട്ടുള്ള ഐക്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കാത്തത് കൊണ്ടാണ് നിരന്തരമായിട്ട് ഈ വഴക്കുകളും അതുപോലെയുള്ള സ്പർദ്ധകളും എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അന്ധകാരത്തിൽ നടക്കാതിരിക്കണം, പ്രകാശത്തിൽ നടക്കണം. അല്ലെങ്കിൽ നമ്മൾ വ്യാജം പറയുന്നവരാകുമെന്നാണ്. ഒരുപാട് വ്യാജം പറയുന്നവരുണ്ട് ഇന്ന്. ഈ ക്രൈസ്തവരെക്കുറിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്കരെക്കുറിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പ്രായോഗിക നിരീശ്വരത്വമുള്ളവർ ഒരുപാടുണ്ടെന്നാണ്. നമ്മുടെ സഭയിലൊക്കെ പ്രായോഗികമായിട്ട് അവർ നിരീശ്വരരാണ്. നമ്മൾ വാഗൊണ്ടൊക്കെ ഏറ്റു പറയുമായിരിക്കും, പക്ഷേ ഹൃദയത്തിലത് വിശ്വസിക്കുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അന്ധകാരത്തിലായിരിക്കാനായിട്ട് സാധിക്കും. നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. നമുക്ക് പരസ്പരം കൂട്ടായ്മയില്ലാതെ വഴക്കിലേക്കും സ്പർദ്ധയിലേക്കുമൊക്കെ ചെന്നെത്തുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹങ്ങൾ? കാരണം മറ്റൊന്നുമല്ല, നമ്മളിപ്രകാരം പ്രകാശത്തിൽ ചരിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ പ്രകാശമാകുന്ന കർത്താവാകുന്ന പ്രകാശത്തിൽ ചരിക്കുന്നവർക്ക് മാത്രമേ ആ പ്രകാശത്തിൻ്റെ തന്നെ മറ്റു രൂപങ്ങളായിട്ടുള്ള സഹോദരങ്ങളുമായിട്ടൊന്നായിരിക്കാൻ കഴിയുകയുള്ളൂ. അവരെയും കർത്താവിൻ്റെ ആ പ്രകാശം നമുക്ക് ശരിയായ രീതിയിൽ കാണാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്നും നമ്മുടെ ശത്രുക്കളായിട്ട് മാത്രമേ കാണുകയുള്ളൂ. വലിയൊരു ജർമ്മൻ തത്വചിന്തകനുണ്ടായിരുന്നു, നീറ്റ്ഷെ എന്ന് പറയുന്ന തത്വചിന്തകൻ. അദ്ദേഹം പറയുന്നത് അപരൻ എൻ്റെ നരകമാണെന്നാണ്. ഈസ് മൈ ഹെൽ. മറ്റുള്ളവരെയെല്ലാം ഇപ്രകാരം കാണുന്ന ധാരാളം മനുഷ്യരുണ്ട്. നമുക്കറിയാം ഇന്നത്തെ ഈ ആഗോള പരിണാമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കാണാം. രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് അതേക്കുറിച്ച് പറയുന്നത് ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആഗോള രാഷ്ട്രീയ മാനങ്ങൾ. ഇറ്റ്സ് എ ക്രൂവൽ ബിസിനസ്. ജിയോ പൊളിറ്റിക്സ് ഇസ് എ ക്രൂവൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗോളമായിട്ട് നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ എടുത്തു നോക്കിയാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ആക്രമണകാരിയുമായിട്ടുള്ളൊരു ബിസിനസ്സാണിത്. അതിനപ്പുറത്തൊന്നുമില്ല. അതിനകത്ത് അവരവിടെ തത്വചിന്തയോ അല്ലെങ്കിൽ അതിൽ വലിയ ധാർമ്മികതയൊന്നും കാണുന്നില്ല. എല്ലാം എനിക്ക്, ഞങ്ങൾക്ക് വേണ്ടി, ബാക്കിയുള്ളവർക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ചിന്ത ക്രൈസ്തവർക്ക് പോലുമുണ്ട്. അവർ പ്രകാശിലാന്നൊക്കെ പറയും, പക്ഷെ നടക്കുന്ന എപ്പോഴും അന്ധകാരത്തിലാണ്. അതുകൊണ്ടാണ് അവിടുത്തെ പുത്രനായ ഈശോയുടെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുക, എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. ഇതൊക്കെ ഈ യോഹന്നാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം യോഹന്നാൻ ഈ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ അന്നത്തെ സഭയിൽ എഫേസസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ക്രൈസ്തവ സമൂഹങ്ങളിൽ ഇങ്ങനെ കുറേ കൂട്ടരുണ്ടായിരുന്നു. പലതരത്തിലുള്ള ആശയ വൈരുദ്ധ്യങ്ങളുള്ളവർ. കർത്താവിൻ്റെ ആ പ്രകൃതിയെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, ദൈവത്വത്തെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നവർ. അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഞങ്ങളിൽ പാപമൊന്നുമില്ല, ഞങ്ങളിലൊരു പാപവുമില്ല. ഈ മോശയും അഹ്റോനും ഒക്കെ ഇങ്ങനെ ഇസ്രായേൽക്കാരെ മരുഭൂമിയിലൂടെ നയിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽക്കാർ അവരോട് മോശ പറഞ്ഞു, നിങ്ങൾ ബലികളർപ്പിക്കാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഉടനെ അവരെല്ലാം കൂടെ എതിർത്തില്ലേ, നീ ആരാണത് പറയാൻ? ഞങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ്, ബലിയർപ്പിക്കേണ്ടി ശുദ്ധീകരിക്കണം സ്വയം.
അവർ പറഞ്ഞു ഞങ്ങൾക്ക് ശുദ്ധിയുണ്ട്, പിന്നെ എന്തിനാ നീ ഒന്നോടെ പറയുന്നത്? ഇതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ പറയും നമ്മളിൽ നീ അനീതിയൊന്നുമില്ല, നമ്മളിൽ പാപമൊന്നുമില്ല, പിന്നെ എന്തിനാ നമ്മൾ ഏറ്റുപറയുന്ന ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അവൻ്റെ വചനവും നമ്മളില്ല, അതുപോലെ നമ്മൾ നുണയന്മാരായി തീരുകയും ചെയ്യും. അതുപോലെ കർത്താവിൻ്റെ ആ മരണം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമുണ്ടായില്ല എന്നർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ ഒലിവ് മലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുത്തെത്തി അവനിരുന്നവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരോ, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? എന്തിനാണ് ഇവളെ കൊണ്ടുവരുന്നത്? കാരണം ഇവളെ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ നീ മോശയുടെ നിയമം ലംഘിക്കുമെന്ന് പറയും. അതേസമയത്ത് കല്ലെറിയണമെന്ന് പറഞ്ഞാലോ നീ പറഞ്ഞൊക്കെ വെറുതെയാണ്, നീ കരുണ കാണിക്കുന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവസാനം അവരോട് ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അപ്പോൾ പറയുന്ന ഈ കല്ലുമായിട്ട് വന്ന ഓരോരുത്തരും കല്ലുകൾ താഴെ ഇട്ടിട്ട് അവർ പോയി എന്നാണ്. ചുരുക്കത്തിൽ അവർക്ക് പാപബോധമുണ്ടായി എന്നർത്ഥം. അതായത് കർത്താവ് പറഞ്ഞു പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന്. പക്ഷെ അവർക്ക് പാപബോധമുണ്ടായി. അവർക്ക് മനസ്സിലായി തങ്ങളാരും വലിയ പുണ്യവാന്മാരൊന്നും അല്ല. കാരണം എന്താണ്? അവരിൽ പലരും ഈ സ്ത്രീയോടത്ത് ശയിച്ചവരാണ്. അതവർക്കറിയാം. അതുകൊണ്ട് അവർ സ്വയം പോവുകയാണ് ചെയ്യുന്നത്. അവസാനമായിട്ട് ഈശോ അവളോടും പറഞ്ഞു. ഈശോ നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. ഈശോ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക. പക്ഷേ ഇനിമേൽ നീ പാപം ചെയ്യരുത്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്രകാരം ഈ കല്ലെറിയാൻ വന്നവർക്ക് പാപബോധമുണ്ടായി എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടാണ്. ഈ നോമ്പ് കാലത്ത് നമുക്കുണ്ടാവേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത തെറ്റാണെന്ന് തോന്നണം. പലർക്കും തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. പാപബോധം നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് പാപമാണ് എന്ന് അവരോട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെ അവർക്ക് വേണ്ട സമയത്ത് അത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവില്ല. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് പറയുന്നത് സത്യാനന്തര ലോകം എന്താണ്? സത്യാനന്തര ലോകം എന്ന് പറഞ്ഞാൽ സത്യമൊന്നുമില്ല, സത്യമില്ല. സത്യം ഞാൻ പറയുന്നതാണ്, എനിക്ക് സൗകര്യപ്രദമായതാണ് സത്യം. അങ്ങനെ ഈ സത്യാനന്തര ലോകത്തിൽ പാപബോധം മനുഷ്യന് വളരെ കുറവാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? പരസ്പരം കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിട്ട് മനുഷ്യർ മാറും. ഈ ലോകം തന്നെ ഒരു നരകമായിട്ട് മാറും. നമ്മൾ ഈ പാപം എന്ന് വിളിക്കുന്ന ഓരോ കാര്യവും അതെന്താണ്? ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം കൊണ്ടാണ്. ദൈവമാണ് പറയുന്നത് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അത് പാപമാണ്, തെറ്റാണ്. അപ്പോൾ ആ ദൈവം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ്, ഒരു മാനദണ്ഡം, അതനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ ശരിയാക്കി കാണിച്ചാൽ എങ്ങനെയാണ്? കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, ഈ സ്വർഗ്ഗഭോഗത്തെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചുമൊക്കെ. ഇന്നത് വളരെ പ്രകടമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ട്, മനുഷ്യാവകാശമായിട്ടൊക്കെ. പക്ഷേ അത് ദൈവത്തിൻ്റെ ഭാഷയിൽ, വചനത്തിൽ അത് തിന്മയാണ്, തെറ്റാണ്, അത് മ്ലേച്ഛതയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സത്യാനന്തര ലോകത്തിൽ ഇങ്ങനെയുള്ളവർക്ക് തോന്നുന്നത് സത്യമാണെന്ന് തോന്നിയാൽ അത് സത്യം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും തെറ്റാണ് ചെയ്യുന്നത്. ഈ സ്ത്രീ ചെയ്ത കാര്യം ശരിയാണെന്ന് ഒരിക്കലും ഈശോ പറയുന്നില്ല. അവളുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയതുകൊണ്ടല്ലോ, കാശില്ലാഞ്ഞ്, അതുകൊണ്ടല്ലേ അവൾ അതിനൊക്കെ പോയത് എന്നല്ല പറഞ്ഞത്. പ്രത്യേകത നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ ഇനി അത് ചെയ്യാതിരുന്നാൽ മതി, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടാവും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോമ്പ് കാലത്തിൽ ഇപ്രകാരം പാപബോധമുള്ളവരാവുകയും ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കുകയും ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ മനസ്സുകളെയൊക്കെ ശുദ്ധീകരിച്ച് പുതിയ മനുഷ്യരായി തീരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.